നമസ്കാരം. ഒരു മണാലി യാത്ര. അതെ, ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് മണാലി വരെ പോയിട്ട് വന്നിട്ട് ഒരു മാസമായെങ്കിലും വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ പോയ ഓരോന്നിന്റെയും പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ എക്സ്പെൻസ് എത്രയായി എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. തിരൂരിൽ നിന്ന് രാവിലെ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് മംഗലാപുരത്തേക്കായിരുന്നു ട്രെയിന്. അവിടെ ചെന്നു. ഉച്ചയ്ക്ക് 12:30 അവിടെ ചെന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തു. ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലഞ്ച് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. ലഞ്ച് ആട്ടം കഴിച്ചു. അത് കഴിഞ്ഞ് AC വെയിറ്റിംഗ് ഹാളിൽ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്തു. 30 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക്. ഒരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അവിടെ നിന്നൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തു. അതിൻ്റെ ചാർജ് അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ യൂബറിലൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പോയിക്കൊണ്ടിരിക്കുമ്പം ആ ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു ഇതായിരുന്നു ലാൻഡിങ്, പഴയ ലാൻഡിങ് ചെയ്തിരുന്ന സ്ഥലം എന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവിടെ എത്തിയത്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ 5 പേര് ഫ്ലൈറ്റിൽ കയറുന്നത്. അങ്ങനെ അവിടെയൊക്കെ എത്തി. ഞങ്ങളിങ്ങനെ മൊത്തം കണ്ടിട്ട് അതിശയപ്പെട്ട് നിൽക്കുക. കാരണം ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അച്ഛനെയും അമ്മേനെയും ഒക്കെ കൊണ്ടുവന്ന, ഇതേപോലെ പുറത്തേക്ക് പോകുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ചെക്കിംഗ് പോയിന്റിലെത്തി. ഒരു ഒറിജിനൽ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആധാറും കാര്യങ്ങളൊക്കെ. പിന്നെ അത് തപ്പിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണിത്. അങ്ങനെ ഉള്ളിലേക്ക് കയറി. ഫുൾ ഇങ്ങനെ എന്തോ വലിയ സ്ഥലം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് അങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഡൽഹിക്ക് പോകുമ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. അതിൻ്റെ ഫസ്റ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. എൻ്റെ ഇടയിൽ കൂടെ ഒരു ഇൻഡിഗോയുടെ ഗ്രൗണ്ട് സ്റ്റാഫ്, ഒരു ക്യാബിൻ ക്രൂവിനെ കണ്ട് മുട്ടിയിരുന്നു നമ്മുടെ ഇങ്ങനെ. അവരുടെ പേര് രചന എന്നാണ്. അത് കാണുമ്പോൾ നമ്മുടെ തന്നെ ഒരു യൂട്യൂബറായ ശ്രീനന്ദന, ആള് കൊച്ചിയിലെ എയർപോർട്ടിലെ ക്യാബിൻ ക്രൂ എന്ന് തോന്നുന്നു. അയാളുടെ വീഡിയോ ഒരുപാട് കാണാറുണ്ട്. ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഞാൻ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ചാർജാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് 5 പേർക്കുള്ള ടിക്കറ്റ് ഇങ്ങനെ കയ്യിൽ കിട്ടി. അപ്പം ഇങ്ങനെ അടുത്ത ബോഡി ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ പോകും. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മംഗലാപുരം എയർപോർട്ടിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഡൽഹിയിൽ ചെന്നിട്ടായിരുന്നു തിരിച്ചു. അപ്പം അതൊരു വലിയ കഥയാണ്. അത് ഈ വ്ളോഗ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ലാസ്റ്റ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പം ഞങ്ങൾ എസ്കലേറ്ററൊക്കെ കയറി. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം. കാരണം രാത്രി 9 മണിക്ക് ഫ്ലൈറ്റ്. നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഒരു സാധനം അതിനകത്തൊന്നും വാങ്ങാനൊന്നുമില്ല. അപ്പോൾ ട്രാവൽ ബ്ലോഗ്സിന്റെ വീഡിയോ കണ്ടിന്യൂസ് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.